ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാട്ടോ. ഇന്ന് നമുക്കൊരു സ്ഥലം വരെയൊക്കെ പോകാനുണ്ട്. അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം 6 മണി ആയപ്പോൾ തന്നെ അയാനു ബേബി എണീറ്റിട്ടുണ്ട്. എണീറ്റ പാടെ കട്ടിലിൽ കിടന്ന് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. റീസെൻ്റ്ലി അവനിപ്പോൾ 6 മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിക്വിഡ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം എണ്ണയിലൊക്കെ കിടത്തും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അയാനുവിനെ കുളിപ്പിച്ചെടുക്കും. ഉമ്മയാണ് അയാനുവിനെ കുളിപ്പിക്കുന്നത്. ഞാൻ ആ ടൈം കൊണ്ട് അയാനുവിനെ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഉമ്മ കുളിപ്പിച്ച് കൊണ്ടുവരും. ആൾക്ക് കുളി കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഉറങ്ങിയായിരുന്നു. അയാനും ഉറങ്ങുന്ന ടൈം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് റെഡി ആവാം. ഞാനവിടെ ഒരുങ്ങുന്ന ടൈം കൊണ്ട് ആൾ ഭയങ്കര കളിയും ചിരിയും ബഹളമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നാലേ നമുക്ക് മെയിൻ റോഡ് എത്തുള്ളൂ. അങ്ങനെ ഞാൻ അയാനുവിനെ എടുത്തോട്ട് നടക്കുക കേട്ടോ. കൂടെ ഉമ്മായും ഉണ്ട്. ഞാനും ഉമ്മായും മാറിയും തിരിഞ്ഞു കേട്ടോ അയാനുവിനെ കൊണ്ട് നടന്നൊരു വഴിയായി. അവസാനം നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഒത്തിരി നേരം നിന്നിട്ടാട്ടോ നമുക്കൊരു ബസ്സൊക്കെ കിട്ടിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞായിരുന്നു. അവിടെ എത്തിയപ്പോൾ കറക്റ്റ് 5 മണി ആയിട്ടുണ്ട്. ആ ടൈമിൽ അയാനു ബേബി കയ്യിലിരുന്ന് നല്ല ഉറക്കമായിട്ടുണ്ടേ. നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഉമ്മച്ചിമാരുടെ വീട്ടിലോട്ടാണ്. അവിടെ നിന്നും കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന് അയാനുവിനെ അങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാന് തോളിൽ കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. നടന്ന് പകുതി എത്തിയപ്പോഴത്തേക്ക് ആൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ആൾ പിന്നെ ചിരിയും കളിയും അങ്ങ് തുടങ്ങിയായിരുന്നു. ഉറക്കം എണീച്ച് കണ്ണ് തുറന്നപ്പോഴത്തേക്ക് കണ്ടത് എന്നെയാ കേട്ടോ. ഞാൻ അവൻ്റെ കൂടെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടോണ്ടാട്ടോ ഈ ചിരിക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം വന്നെത്തിയിട്ടുണ്ട്. ഇവിടെ കേട്ടോ നമ്മൾ വന്നത്. ഇതെൻ്റെ ഉമ്മയുടെ കുട്ടിയുമ്മയുടെ വീടാണ്. അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറേ നാളായിട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെന്നപാടെ ഉമ്മച്ചിമാവനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നും കുറച്ച് നേരമൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ ചെന്നപ്പോൾ തന്നെ 5 മണി ആയതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാനായിരുന്നു കേട്ടോ നമ്മൾ നോക്കിയത്. അയാനു ബേബി നല്ല ചൂടെടുത്തിരുന്നത് കൊണ്ട് അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് അവനെ ബെഡിലോട്ട് കിടത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അയാനു ബേബി അവിടെ ചെന്നിട്ട് ഭയങ്കര കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇനി അയാനു ബേബിയുടെ കളിയും കണ്ടുകൊണ്ട് നിന്നാൽ നമ്മുടെ ബസ് അങ്ങ് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിന്ന് ഒത്തിരി താമസിച്ചാട്ടോ നമുക്ക് ബസ് കിട്ടിയത്. തിരിച്ച് വരാൻ നേരത്തും ബസ്സൊക്കെ താമസിച്ചാട്ടോ കിട്ടിയത്. അങ്ങനെ കുറേ നേരം നിന്നിട്ട് നമുക്കൊരു ബസ്സൊക്കെ കിട്ടിയായിരുന്നു. ആ സമയം അയാനു ബേബി ഉറങ്ങാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. വീടെത്തുന്നതുവരെ പിന്നെ കയ്യിലിരുന്ന് ഉറക്കുമായിരുന്നു അയാനുവിന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സാധാരണ അയാൻ ബേബിയുടെ ഒരു നോർമൽ റൊട്ടീനും അയാൻ ബേബിയുമായി പുറത്തോട്ടൊക്കെ പോയി കുറച്ച് കാര്യങ്ങളും കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.